ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് റിവറ്റഡ് ലാബ് ജോയിൻസ് ആണ്. 2 ഡീപ്പർ ഗ്ലൂ ജോയിൻസ് ഉണ്ട്, റിവറ്റഡ് ലാബ് ജോയിൻസ് ഉണ്ട്, റിവറ്റഡ് ബഡ് ജോയിൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് റിവറ്റഡ് ലാബ് ജോയിൻസ് ആണ്. അതിനകത്ത് നമുക്ക് വേണ്ടത് 2 പ്ലേറ്റ് വേണം, പിന്നെ 6 റിവറ്റ് വേണം. ഇതാണ് നമ്മുടെ അസംബ്ലി ഡിസൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമിൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡയമെൻഷൻസ് എല്ലാം ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇതിന്റെ പ്ലേറ്റ് വരയ്ക്കുക, റിവറ്റ് എല്ലാം വരയ്ക്കുക, അതിനെ പ്രോപ്പറായിട്ട് അസംബിൾ ചെയ്യുക, എന്നിട്ട് അതിനെ ഡ്രാഫ്റ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, പാർട്ട് ഡിസൈൻ എഴുതുക, ഏതെങ്കിലും ഒരു പേര് കൊടുത്ത് ഓക്കെ കൊടുക്കുക. നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആക്സസ് XY പ്ലെയിൻ ആവാം, YZ പ്ലെയിൻ ആവാം, ZX പ്ലെയിൻ ആവാം. ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക, എന്നിട്ട് ആദ്യം പ്ലേറ്റ് വരയ്ക്കും. നിങ്ങൾക്ക് ഡയമെൻഷൻസ് എല്ലാം ഈ പറയുന്ന ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഈ ഡയമെൻഷൻസ് അനുസരിച്ച് വരയ്ക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു സാധാരണ ഡയമെൻഷൻ വെച്ചിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ആദ്യം സെൻറ്റർ റെക്ടാങ്കിൾ വെച്ചിട്ട് ഞാൻ പ്ലേറ്റ് വരയ്ക്കുന്നു. സെൻറ്റർ റെക്ടാങ്കിൾ എടുക്കുന്നു, ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു, അതിനെ ഡയമെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ഹോൾ ഡയമീറ്റർ നമ്മൾ വരയ്ക്കുന്നു. ഹോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 ആണ്. ഇങ്ങോട്ട് ഡിസ്റ്റൻസ് മാറി നമ്മൾ എന്ത് ചെയ്യണം? 3 ഹോൾ വരയ്ക്കണം. എന്നിട്ട് ഇതിനെല്ലാം ഡയമെൻഷൻ ചെയ്യുക. ഹോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ ഇതിന് ഡിസ്റ്റൻസ് എല്ലാം അടയാളപ്പെടുത്തുക. ഇതെല്ലാം നിങ്ങളുടെ ചോദ്യത്തിനകത്ത് തന്നിട്ടുണ്ടായിരിക്കും. ഈ 2 സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആണ്. ഈ ഹൈറ്റിൽ നിന്ന് ഇവിടുന്ന് ഈ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആണ്. ഓരോ ഹോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം ചോദ്യത്തിനകത്ത് തന്നിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് എല്ലാം അടയാളപ്പെടുത്തി വരച്ചാൽ മതി. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോൾസ് വരയ്ക്കും. ഇതിൻ്റെ ഡയമെൻഷൻ ഇതുപോലെ തന്നെ പ്രോപ്പർ ആകും. നമ്മുടെ പ്ലേറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ പാഡ് ചെയ്യും. അതിന് വർക്ക് ബെഞ്ച് സെറ്റ് ചെയ്യുക. പാഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇതിന്റെ ലെങ്ത്, ഈ പാഡ് ചെയ്യേണ്ട ലെങ്ത് ഒക്കെ നിങ്ങൾ ഡ്രോയിങ്ങിനായിട്ട് നോക്കി മനസ്സിലാക്കുക. ആൾക്കാർ ഒരു ലെങ്ത് കൊടുക്കുന്നു, റിവ്യൂ നോക്കി ഓക്കെ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ പ്ലേറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഈ പ്ലേറ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പേരിൽ നിങ്ങൾ അങ്ങ് സേവ് ചെയ്യുക. ഫയൽ എടുത്ത് സേവേഴ്സ് കൊടുത്ത് ഇഷ്ടമുള്ളൊരു പേര് സേവ് ചെയ്യും. നമ്മുടെ റിവറ്റ് എന്ന് പറയുന്നത് എന്തായിട്ടുണ്ട്? ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് റിവറ്റ് വരയ്ക്കണം. റിവറ്റ് വരയ്ക്കാനായിട്ട് ഇതുപോലെ തന്നെ സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, പാർട്ട് ഡിസൈൻ, ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. റിവറ്റിന്റെ ഡയമെൻഷൻ ഇതുപോലെ തന്നെ ചോദ്യത്തിനകത്ത് തന്നിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് വരയ്ക്കുക. ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. റിവറ്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ചോദ്യം നോക്കിയത് ഇരിക്കുന്ന റിവറ്റിന്റെ ഡയമെൻഷൻ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ റിവറ്റ് വരയ്ക്കാൻ പോകുന്നത്. ഞാനതൊരു പ്രൊഫൈൽ എടുക്കുന്നു. ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഞാനിവിടെ വരയ്ക്കുന്നു. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ ആർക്ക് എടുക്കുന്നു. അതായത് 3 പോയിന്റ് ആർക്ക് സ്റ്റാർട്ടിംഗ് വിത്ത് ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നു. ഇതിനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 12.5 ആക്കുന്നു. ഇതിന്റെ ഡിസ്റ്റൻസ് എന്നിട്ടൊന്ന് മാറ്റിയാൽ മതി. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എല്ലാം എന്നിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. ഹോളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 20 ആണെന്ന് അറിയാം. അപ്പൊ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇത് 10 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ്, അതായത് 22.5 ഒക്കെ കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇതൊന്ന് സൂം ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നമ്മുടെ റിവറ്റിന്റെ ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ആയിട്ടുണ്ട്.
എന്ത് ചെയ്താൽ മതി, ഇതിനെല്ലാം മെർ ചെയ്താൽ മതി. മെർ എന്ന് പറയുന്നത് നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇവിടെ കണ്ടില്ലെങ്കിൽ ടൂൾസ് ഇൻസേർട്ട് എടുക്കുക, ഓപ്പറേഷൻ ട്രാൻസ്ഫർമേഷൻ എടുക്കുക, അതിനകത്ത് മെർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുക്കുക, ഇതിനെല്ലാം മെർ ചെയ്യുക. അതായത് ഏത് ആക്സിലാണോ വരയ്ക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെർ ചെയ്യുക. ഞാൻ ഇതെടുക്കുക, ആക്സ് സെലക്ട് ചെയ്യുക, ഈ ലൈൻ എടുക്കുക, ആക്സ് സെലക്ട് ചെയ്യുക, വീണ്ടും ഈ ലൈൻ എടുക്കുക, ആക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നടുക്കത്തെ ഈ ലൈൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് പറ്റിയില്ലെങ്കിൽ ഇൻസെർട്ട് എടുക്കുക, ഓപ്പറേഷൻ ഡെലിമിറ്റേഷൻ ഷിഫ്റ്ററും എടുത്തത് മാറ്റി കളഞ്ഞാൽ മതി. നമ്മുടെ റിവറ്റിൻ്റെ ഇതായിട്ടുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഒരു ഫുൾ ഷാഫ്റ്റ് പോലെ ആക്കണം. അതിന് ഞാൻ ചെയ്യുന്നത് വർക്ക് ബെഞ്ച് എക്സിറ്റ് ചെയ്യുക, ഷാഫ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് കാണാം, ഷാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ഈ ആക്സ് സെലക്ട് ചെയ്യുക, റിവ്യൂ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ റിവറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിവറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്ലേറ്റ് ആയി റിവറ്റ് ആയി. ഇനി നമ്മൾ ഇതിനെ അസംബിൾ ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന പാർട്ട് അല്ല, റിവറ്റ് എന്ന് പറയുന്ന പാർട്ട് ഏതെങ്കിലും ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുക. എല്ലാം ഒറ്റ ഫയലാക്കാൻ ശ്രദ്ധിക്കുക, എളുപ്പത്തിന് നമുക്ക് എടുക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്യേണ്ടതിന് എന്ത് ചെയ്യണം, പിന്നെ അസംബിൾ ചെയ്യണം. അത് ഞാൻ എടുക്കുന്നത് സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, അസംബ്ലി ഡിസൈൻ. നമ്മുടെ അസംബ്ലി ഡിസൈൻ ഇവിടെ വന്നു. നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യണം, അതിനകത്തോട്ട് കൊണ്ടുവരണം. ഞാൻ എടുക്കുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കമ്പോണൻസ്, എക്സിസ്റ്റിംഗ് കമ്പോണന്റ് എടുക്കുന്നു. എങ്ങനെയാണോ പേര് സേവ് ചെയ്തിരിക്കുന്നത് അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അപ്പോൾ അതിന് ഞാൻ പാർട്ട് നമ്മുടെ പ്ലേറ്റ്, അതുപോലെ തന്നെ റിവറ്റ്, ഈ രണ്ട് പാർട്ട് ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ പ്ലേറ്റിന്റെ വിട്ടൂടെ വന്നു നിങ്ങൾക്ക് കാണാൻ അറിയാം. ഇതിനി മാറ്റി നോക്കണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, ഇങ്ങോട്ട് മാറ്റി നോക്കുക. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് റിവറ്റ്, ഇത് പക്ഷേ എത്ര എണ്ണം വേണം, പറഞ്ഞ പ്ലേറ്റിൽ റിവറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 പ്ലേറ്റും 6 റിവറ്റും വേണം. അപ്പം ഞാനിവിടെ പ്ലേറ്റിനെ ഒന്നുകൂടെ കൊണ്ടുവരിക. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, പ്രൊഡക്റ്റിൽ പോകുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് നമ്മൾ നോക്കിയാൽ കാണാം, പ്ലേറ്റ് ഇവിടെ ഒരെണ്ണോടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പ്ലേറ്റ് ഒരെണ്ണം വന്നു. ഇതേപോലെ എന്ത് ചെയ്യണം, നമ്മുടെ റിവറ്റും കൊണ്ടുപോകണം. അത് ഞാൻ ചെയ്യുന്നത് ഈ പറയുന്ന റിവറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, പ്രൊഡക്റ്റിൽ പോകുന്നു, പേസ്റ്റ് ചെയ്യുന്നു, പ്രൊഡക്റ്റിൽ പോയി പേസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് 3 റിവറ്റ്, ഇനി 3 വേണം. ഇവിടെ പോയി 4, 5, ഇപ്പോൾ നമ്മുടെ 6 റിവറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാറ്റി നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ മാറ്റി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആ റിവറ്റെല്ലാം നമ്മൾ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെല്ലാം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യണം. ഇനി ഞാൻ ചെയ്യുന്നത് ഈ പറയുന്ന പ്ലേറ്റിൽ ഇങ്ങനെ ഈ ഇസഡ് ആക്സിൽ ഞാനൊന്ന് മൂവ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഈ ലൈനും ഈ പറയുന്ന അടിയിലത്തെ ഈ ലൈനും കോയിൻസൈഡ് ആകും. ഈ ലൈൻ സെലക്ട് ചെയ്യുന്നു, അടിയിലത്തെ ലൈനും സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത് കറക്റ്റ് കോണ്ടാക്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ പ്ലേറ്റ് ജോയിൻ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, റിവറ്റ് എല്ലാം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് കൊണ്ടുവന്നാണ്. അത് ഞാൻ ഈ റിവറ്റ് എടുക്കുന്നു, ഈ ലൈൻ സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, ഈ ലൈൻ സെലക്ട് ചെയ്യുന്നു, വീണ്ടും ഈ ലൈൻ സെലക്ട് ചെയ്യുന്നു, ഇവിടെ സെലക്ട്, ഈ ലൈൻ സെലക്ട് ചെയ്യുന്നു, ഈ ലൈൻ സെലക്ട് ചെയ്യുന്നു, ഈ ലൈൻ സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഇത് നമ്മുടെ എല്ലാ റിവറ്റും പ്രോപ്പറായിട്ട് കോൺസൈഡ് ചെയ്താണ്. നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കോണ്ടാക്ട് ചെയ്താണ്. ഞാൻ ഇങ്ങനെ വെച്ച് സൂമിങ് ചെയ്ത് റൈറ്റ് സൈഡിൽ കോണ്ടാക്ട് ഉണ്ട്. ഇവിടെ കണ്ടില്ലെങ്കിൽ ഇൻസേർട്ടിന്റെ അവിടെ ഈ പറയുന്ന ടൂൾസ് എല്ലാം കിടപ്പുണ്ട്, നോക്കിയാൽ മതി. ഓക്കെ, ഈ സർഫസ് ഇങ്ങനെ തന്നെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് കോണ്ടാക്ട് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ കണ്ടത് കോണ്ടാക്ട് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, വീണ്ടും സോറി സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഇനി ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് പുറത്തേക്ക് നമുക്ക് എടുക്കും. ഇനി ഇങ്ങനെ ഒന്ന് തിരിച്ച് ഒന്ന് സൂമിങ് ചെയ്യുന്നു,
ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും സെലക്ട് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, വീണ്ടും തിരിക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നിങ്ങളുടെ പറയുന്ന റിവറ്റഡ് ലാബ് ജോയിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിവറ്റഡ് ലാബ് ജോയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അസംബ്ലി ഡിസൈൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഡ്രാഫ്റ്റ് ചെയ്യണം. ഇതിനകത്ത് സേവ് ചെയ്യുക, എന്നിട്ട് ഇതിനെ ഡ്രാഫ്റ്റ് ചെയ്യണം. ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, ഡ്രാഫ്റ്റിംഗ് സെലക്ട് ചെയ്യുക. ഇതിന് രണ്ട് രീതി, നമുക്ക് കുറെ വ്യൂസ് ഉണ്ട്. എല്ലാ വ്യൂസും ഉള്ളതുണ്ട്, ഫ്രണ്ട് ബോട്ടം റൈറ്റ് വ്യൂ ഉള്ളതുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. എല്ലാ വ്യൂസും എടുത്തില്ലെങ്കിലും ഈ രണ്ടെണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോർമാറ്റ്, അത് മോഡിഫൈ നമുക്ക് അവിടെ മാറ്റാൻ പറ്റും. A1 A4 A1 A2 A3 A4 ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിവിടെ A1 കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നമ്മുടെ ഒന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിനകത്ത് ഇങ്ങനെ എല്ലാ വ്യൂസും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇതിനൊക്കെ ഇങ്ങോട്ട് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. ഇതിന്റെ സ്കെയിൽ എന്ന് റൈറ്റ് സൈഡിൽ ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. സ്കെയിൽ എന്ന് പറയുന്നത് 2:1 ഏതെങ്കിലും ഒരെണ്ണം, 1:1 ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെ കൊടുക്കുക. അത് വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് സൈഡിലോട്ട് ഒന്ന് ഇതാക്കുക, കൊടുത്തൊന്ന് സ്ലൈഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇതിന്. ഇനി ഡയമെൻഷൻ ചെയ്യാം. ഡയമെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിനകത്ത് ലെങ്ത് അല്ല ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഉണ്ട്, അതെടുക്കുക. ഈ ലൈൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് വലുതാക്കിയാൽ മതി കുറച്ച്. അതിൽ നമ്മൾ ചെയ്ത ഡയമെൻഷൻ സെറ്റ് അവിടെ എല്ലാം വരും. എഡിറ്റ് ചെയ്യുക, ഈ ലൈൻ സെലക്ട് ചെയ്യുക, അതിനെ ഡയമെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും ഇതിൻ്റെ ഇത് എടുക്കുക, ലൈൻ സെലക്ട് ചെയ്യുക, ഇത് എടുക്കുക, അതിൻ്റെ ഡയമെൻഷൻ പ്രോപ്പറായിട്ട് ലൈൻ ചെയ്യുക. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് റേഡിയസ് വേണമെങ്കിൽ എടുക്കുക, റേഡിയസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, ഇത് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത റേഡിയസിൽ അത് കാണാൻ പറ്റും. ഇത്രയൊക്കെ ഡയമെൻഷൻ ചെയ്താൽ മതി, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടും. റേഡിയസ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ റേഡിയസ് അവിടെ ഔട്ട്പുട്ട് നമ്മുടെ എന്തായി, നമ്മുടെ റിവറ്റഡ് ജോയിൻസ്, റിവറ്റഡ് ലാബ് ജോയിന്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഷീറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് പേരൊക്കെ അടിക്കണമെങ്കിൽ തന്നെ ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്യുക, ഷീറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഇതിനകത്ത് നെയിം. അപ്പം ഇങ്ങനെ ഒരു വിൻഡോ ഗ്രേ കളറിൽ ഇങ്ങനെ വരും. ഇതിനകത്ത് നെയിം ആൻഡ് ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക, ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇതൊക്കെ ഇങ്ങനെ വരും. ഇതൊക്കെ ഇങ്ങനെ മാറ്റി ഒന്ന് സൂമിങ് ചെയ്താൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി ഒരു എക്സ്പീരിയൻസിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യുക, അത് എല്ലാത്തിനെയും സേവ് ചെയ്യും. ഫയലെടുക്കുക, സേവസ് കൊടുക്കുക, ഇഷ്ടമുള്ള പേരിൽ സേവ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ റിവറ്റഡ് ലാബ് ജോയിന്റ് എന്ന് പറയുന്നത്.